ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സാപ് സിനി വേൾഡിന്റെ പുതിയൊരു കഥയിലേക്ക് സ്വാഗതം. ഈ വർഷത്തിലിറങ്ങിയ ഒരു കഥയാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഇന്ന് പറയുന്നത്. വിൻസ്റ്റൺ എന്നു പേരുള്ള ഒരു അക്കൗണ്ടന്റ് ഉണ്ടാകും. അവനൊരു ബെഡാ ഗാങ്സ്റ്ററിനെതിരെ സാക്ഷി പറയാൻ തീരുമാനിക്കും. മൊറേറ്റി എന്നായിരുന്നു ആ ഗാങ്സ്റ്ററിന്റെ പേര്. ഡെപ്യൂട്ടി US മാർഷലായ മാഡലിൻ ഹാരിസ് എന്ന് പേരുള്ള ഒരു ലേഡിയാണ് അവനക്ക് സെക്യൂരിറ്റി ആയി വരുന്നത്. അങ്ങനെ വിൻസ്റ്റണിനെ ഇവിടുന്ന് കൊണ്ടുപോകണമല്ലോ കോർട്ടിലോട്ട്. അതിനായി ഒരു ചെറിയ പ്ലെയിനിന്റെ പൈലറ്റ് ആയിരുന്നു ഡാരിൽ എന്നു പേരുള്ള ഒരു പൈലറ്റാണ് അവരെ സഹായിക്കാൻ എത്തുന്നത്. അങ്ങനെ അവരുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുമ്പോ അവിടെ പൈലറ്റ് ആണെന്ന് പറഞ്ഞു വന്ന ആ ഡാരിൽ ഉണ്ടല്ലോ, അവനും നമ്മുടെ മാർഷലും തമ്മിൽ ഏറ്റുമുട്ടും. വെറുതെ തല്ലുപിടിക്കുന്നതല്ല, അതിനൊരു കാരണമുണ്ട്. അതെന്താന്നുള്ളത് ഞാൻ കഥ പറയുമ്പോ പറയാട്ടോ. മാഡലിനാണെങ്കിൽ ഈ പൈലറ്റിനെ തള്ളി ഒതുക്കി കെട്ടിയിടും. പക്ഷേ വല്ലാത്തൊരു പ്രശ്നം തന്നെ അവർക്ക് മുമ്പിൽ ഉണ്ടാകും. മാഡലിൻ തള്ളി മൂലക്കിട്ടത് ഒരു പൈലറ്റ് ആയിരുന്നല്ലോ. അവരിപ്പോ പ്ലെയിനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ല്ലേ. വിൻസ്റ്റണിനും ഈ മാർഷലിനും പ്ലെയിൻ ഓടിക്കാനൊന്നും അറിയില്ല. അതായിരുന്നു അവരുടെ പ്രശ്നം. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്, ഒരു പൈലറ്റ് മാത്രമുള്ള ചെറിയൊരു പ്ലെയിനിൽ നിങ്ങൾ യാത്ര ചെയ്യുമ്പോ ആ പൈലറ്റിന് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ നിങ്ങൾ എന്തു ചെയ്യും? ആകെപ്പാടെ പെട്ടുപോകും അല്ലേ. അതുപോലെ ഈ മാർഷലും ഈ സാക്ഷിയായി വന്ന വിൻസ്റ്റണും പെട്ടുപോവുകയാണ്. അവരിതിൽ നിന്നും രക്ഷപ്പെടുന്ന അതിസാഹസികമായ കഥയാണ് നിങ്ങൾ ഇന്ന് കേൾക്കാൻ പോകുന്നത്. ഈ കഥ കംപ്ലീറ്റ് ആകാശത്ത് വെച്ചാണ് നടക്കുന്നത് കേട്ടോ. ഞാൻ വേറൊരു കാര്യം എടുത്തു പറയട്ടെ. ഈ ഫിലിമിന്റെ ട്രെയിലർ കണ്ടാണ് ഞാനിത് കണ്ടത്. സത്യം പറയാലോ, മാസ്മരികമായ ഒരു ത്രില്ലർ. അങ്ങനെ ഒന്നും എനിക്കിതിനെ വിളിക്കാൻ പറ്റില്ല. ഒരു ആവറേജ് പടം. എന്നാ പിന്നെ കഥ അങ്ങ് കേൾക്കാം അല്ലേ. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു സാപ് സിനി വേൾഡ്. അലസ്ക എന്ന് പറയുന്ന നഗരത്തിൽ നിന്നാണ് കഥ തുടങ്ങുന്നത്. നല്ല കടുത്ത തണുപ്പുള്ളൊരു ദിവസം തന്റെ വീട്ടിൽ ഭക്ഷണമെല്ലാം കുക്ക് ചെയ്തിരിക്കുന്ന വിൻസ്റ്റൺ എന്നു പേരുള്ള വ്യക്തി അവനൊരു ശബ്ദം കേൾക്കാണ്. അവന്റെ ജനലിന്റെ ആ സൈഡിൽ നിന്നായിട്ട് പതിയെ ആ ജനലിന്റെ അവിടെ ചെന്ന് നോക്കിയപ്പോ അതാണെങ്കിൽ ഒരു ഭീമൻ അലസ്ക മൂസ്, അതായത് നമ്മുടെ കാട്ടുപോത്തും മാനും ഇല്ല എന്നൊക്കെ പറയില്ല, അങ്ങനെ ഒരു ജീവിയാണ് ഇത് കേട്ടോ. പാവം ജനലിൽ കണ്ടപ്പോ ഒന്ന് ഒളിഞ്ഞു നോക്കിയതാണ്. ഈ ജീവിയായിരുന്നു എന്നും പറഞ്ഞ് വിൻസ്റ്റൺ നേരത്തെ ഓവനിൽ വെച്ച ഭക്ഷണം ഉണ്ടല്ലോ, അത് റെഡി ആവാൻ കാത്തു നിൽക്കായിരിക്കും. അപ്പോഴാണ് US മാർഷലായ മെഡലിനും കൂടെ 2 പേരും വന്ന് വല്ല ഭീകരവാദികളെയും പിടിക്കുന്ന പോലെ വിൻസ്റ്റണെ പിടിച്ചമർത്തി കയ്യിൽ വിലങ്ങു വെക്കുന്നത്. ഈ വിൻസ്റ്റണ് ഒരു അക്കൗണ്ടന്റായി വർക്ക് ചെയ്യുകയാണ്. അവൻ മൊറേറ്റി എന്ന ഒരു അണ്ടർവേൾഡ് കിങ്ങിന്റെ അണ്ടറിലാണ് വർക്ക് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാല് ഈ FBI ഏജൻസ് വന്നത് മൊറേറ്റിക്ക് വേണ്ടി വിൻസ്റ്റൺ വർക്ക് ചെയ്യുന്നതിന് അവനെ അറസ്റ്റ് ചെയ്യാനായിരുന്നു. വിൻസ്റ്റൺ ഏതാ മുതല് അവൻ അവരുടെ മുമ്പിൽ ഒരു ഡീലിംഗ് ആണ് വെക്കും. തന്നെ മാപ്പ് സാക്ഷിയാക്കുകയാണെങ്കിൽ മൊറേറ്റിക്കെതിരെയുള്ള തെളിവുകളെല്ലാം ഞാൻ തരാം. കോർട്ടിൽ വന്ന് അവൻ ചെയ്തു കൂട്ടിയതെല്ലാം ഞാൻ പറഞ്ഞോളാം എന്നൊക്കെ പറഞ്ഞ് തടി തപ്പും. ആ ഡീലിംഗ് ആണെങ്കിൽ FBI സംബന്ധിച്ച് നല്ല ഡീലാണ്. ആ അണ്ടർവേൾഡ് കിങ്ങിനെ പൂട്ടാനുള്ള മാർഗമാണല്ലോ അവർക്ക് കിട്ടിയത്. ഈ കാര്യം മെഡലിൻ മേലോഫീസറോട് പറയുമ്പോ അവിടുന്ന് അവരും ഫുൾ ഹാപ്പിയാകും. ചെറിയ വെടയെ പിടിക്കാൻ വന്നിട്ടിപ്പോ വലിയ വെടയെ പിടിക്കാനുള്ള അവസരമാണ് അവർക്ക് കിട്ടിയത്. പിന്നീട് അവർ വിൻസ്റ്റണിനെ അവിടെ നിന്ന് കൊണ്ടുപോവാൻ തീരുമാനിക്കും. മഞ്ഞുകാലമായതുകൊണ്ടും വിൻസ്റ്റൺ അണ്ടർവേൾഡ് കിങ്ങിനെതിരെയുള്ള സാക്ഷി ആയതുകൊണ്ടും റോഡ് വഴി പോകുന്നത് അത്രക്ക് ബുദ്ധിയുള്ള കാര്യമൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ഡാർലിൻ ബൂത്ത് എന്ന ഒരു പൈലറ്റിന്റെ സഹായത്തോടെയാണ് വിൻസ്റ്റണെ കൊണ്ടുപോവാൻ അവർ തീരുമാനിച്ചത്. ഈ വിൻസ്റ്റണിനെ പ്ലെയിനിൽ കയറ്റിയിരുത്തുമ്പോ വിൻസ്റ്റൺ ഇങ്ങനെ ചൊറിയാൻ തുടങ്ങും. അല്ല, ഈ ചപ്രാച്ചി വണ്ടിയിലാണോ നിങ്ങൾ സാക്ഷിയായി എന്നെ കൊണ്ടുപോകുന്നത്? നിങ്ങളല്ലേ എന്നോട് പറഞ്ഞത് പ്ലെയിൻ ആണ് എന്നൊക്കെ, എന്നിട്ട് എന്താണിത് എന്നൊക്കെ ഈ US മാർഷലിനോട് അവൻ ചോദിക്കും. എടാ ചെക്ക, ഞാൻ നിന്നോട് പ്ലെയിൻ എന്നാണ് പറഞ്ഞത്, അല്ലാതെ നിന്നെ കൊണ്ടുപോവാൻ ലക്ഷറി പ്രൈവറ്റ് ജെറ്റ് വരും എന്നൊന്നുമല്ല. മാത്രല്ല ഇനി നീ വലിയ വർത്താനങ്ങൾ പറയാൻ വന്നാൽ നിന്നെ ഞാൻ മാപ്പ് സാക്ഷിയല്ല, നിന്നെ പ്രതിയാക്കിയാണ് മാറ്റുക എന്ന് പറഞ്ഞ് മാർഷൽ അവനെ ഭീഷണിപ്പെടുത്തും. പിന്നെ വിൻസ്റ്റന്റ് ആണെങ്കിൽ വല്ലാതെ ഒന്നും ചൊറിയാനും നിൽക്കൂല. ഈ സമയത്ത് മെഡലിൻ അവളുടെ കൊളീഗായ കാരോലൈൻ എന്നു പേരുള്ള ഒരുത്തിക്ക് വിളിക്കും. അവൾക്ക് ഈ സ്റ്റാറ്റസ് ഒക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. അതായത് അവർ പ്ലെയിനിൽ കയറി ഇനി പൈലറ്റിന് വെയിറ്റ് ചെയ്യാണ് എന്നൊക്കെ. കാരോലൈൻ ആണെങ്കിൽ അവരോട് പറയും, നിങ്ങളെ മൊറേറ്റിക്കെതിരെയാണ് കേട്ടോ ഈ സാക്ഷിനെ കൊണ്ടുപോകുന്നത്, അതുകൊണ്ട് തന്നെ വളരെയധികം സൂക്ഷിക്കണം. അതുകൂടാതെ നിങ്ങൾ ആങ്കറേജ് എത്തിക്കഴിഞ്ഞാൽ ഉടനെ എന്നെ വിളിച്ച് വിവരം പറയണം. അവിടെ നിങ്ങളെ സ്വീകരിക്കാനായി നമ്മുടെ ടീമും ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് ആ ഫോൺ കട്ട് ചെയ്യും. അങ്ങനെ അവരെ അലസ്കയിൽ നിന്നും ആങ്കറേജിലേക്ക് കൊണ്ടുപോകാനായി ആ പൈലറ്റ് വരും, ഡാർലിൻ ബൂത്ത് എന്ന് പറയുന്ന ആ പൈലറ്റ്. എന്നിട്ട് അവർ പരസ്പരം ഇങ്ങനെ പരിചയപ്പെടും. നമ്മുടെ വിൻസ്റ്റന്റ് ആണെങ്കിൽ ചെങ്ങലയിട്ടിരിക്കുകയാണല്ലോ. പൈലറ്റ് ചോദിക്കും, അല്ല ഇയാളെ എന്തിനാ ഇങ്ങനെ ഇട്ടിരിക്കുന്നത്
ചോദിക്കുന്നത് അയാൾ എന്ത് തെറ്റാണ് ചെയ്തിട്ടുള്ളത്? ഇവനെ ഞങ്ങൾ അറസ്റ്റ് ചെയ്തതാണ്, റീസൺ ഒന്നും എന്നോട് ചോദിക്കരുത്, അത് സീക്രട്ട് ആണെന്ന് പറയുമ്പോ വിൻസ്റ്റൺ ബാക്കിൽ നിന്ന് അല്ലട്ടോ ഞാൻ കുറ്റവാളിയൊന്നുമല്ല, സാക്ഷിയാണ്, ഒരാൾക്കെതിരെ സാക്ഷിയായി പോവാണ് എന്നൊക്കെ പറയും. എന്തേലും ആവട്ടെ, തന്നെ ബാധിക്കുന്ന കാര്യമല്ലല്ലോ എന്നും പറഞ്ഞ് പൈലറ്റ് പ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്യാനിരിക്കും. പതിയെ പതിയെ പ്ലെയിൻ ഇങ്ങനെ പൊന്തി വരുമ്പോ പ്ലെയിനിലാണെങ്കിൽ ഭയങ്കര വൈബ്രേഷനും എല്ലാം ആയിരിക്കും. ഇടയ്ക്കിടയ്ക്ക് വല്ല കാളവണ്ടിയിലും പോകുന്നത് പോലെ കുലുങ്ങുന്നതൊക്കെ കാണാം. മാർഷലിനും ചെറിയൊരു പേടിയൊക്കെ ഉണ്ടാവൂട്ടോ. മാർഷൽ പൈലറ്റിനോട് അല്ല നമ്മൾ സേഫായി എത്തൂലേ, ഈ പ്ലെയിൻ എപ്പോഴും ഇങ്ങനെ കുലുങ്ങോ എന്നൊക്കെ ചോദിക്കും. ഈ സമയത്ത് പൈലറ്റ് ആണെങ്കിലോ വല്ല പിക്നിക്കിനൊക്കെ പോകുന്ന പോലെയാണ് പ്ലെയിൻ ഓട്ടുന്നത്. ഒരു ബബിൾക്കൊക്കെ വായിലിട്ട് റേഡിയോ കണക്ട് ചെയ്യുന്ന ഹെഡ്സെറ്റിൽ പാട്ടൊക്കെ ഇട്ട് അങ്ങനെ പൈലറ്റ് മാർഷലിന് ആ ഹെഡ്സെറ്റ് കൊടുത്തു പറയും ഇതിലൂടെ സംസാരിച്ചാൽ മതി, എന്നാലുള്ള രണ്ടുപേർക്കും കേൾക്കുക എന്നൊക്കെ. അവർ പ്ലെയിനിലാണല്ലോ പോകുന്നത്, ചുറ്റുപാടും ഭയങ്കര ശബ്ദമായിരിക്കും, അതാണ് അതിലൂടെ സംസാരിക്കാൻ പറഞ്ഞത്. അങ്ങനെ അവരിങ്ങനെ നാട്ടു വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. പൈലറ്റ് മാർഷലിനോട് സിഗരറ്റ് വേണോ എന്നൊക്കെ ചോദിക്കൂട്ടോ. തനിക്കതൊന്നും വേണ്ട എന്ന് മാർഷൽ പറയുമ്പോ നമ്മളുടെ ബാക്കിലിരിക്കുന്ന വിൻസ്റ്റൺ ഉണ്ടല്ലോ, എനിക്ക് വേണം, എനിക്ക് താ എന്നൊക്കെ പറയും. ആളൊരിത്തിരി ഓവർ ആക്ടിംഗ് ആയിട്ടുള്ള മനുഷ്യനാണ്, അതാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. പക്ഷേ പൈലറ്റ് മാർഷലും ഹെഡ്സെറ്റ് വെച്ചിരിക്കുകയാണല്ലോ, അവര് വിൻസ്റ്റൺ പറയുന്നതൊന്നും കേൾക്കില്ല. അങ്ങനെ ഇരിക്കെ ഈ പൈലറ്റ് സൈഡിലത്തെ വ്യൂ ഒക്കെ ഇങ്ങനെ നോക്കുമ്പോ അവന്റെ ചെവിയുടെ മുകളിലായിട്ട് കുറച്ച് ബ്ലഡ് ഈ മാർഷലിന്റെ ശ്രദ്ധയിൽപ്പെടും. അവൾ അത് ചോദിക്കുമ്പോ അത് തനിക്കൊരു വർക്ക് ചെയ്തപ്പോ മുറിവായതാണെന്ന് പറഞ്ഞ് പൈലറ്റ് ഒഴിഞ്ഞു മാറും. പിന്നീട് ഈ പൈലറ്റ് GPS കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ട് കാണാം. പക്ഷേ അതിൽ നോ സിഗ്നൽ എന്നാവും കാണുക. ഇത് കണ്ട മാർഷൽ എല്ലാം ഓക്കെ അല്ലേ, എന്തേലും പ്രോബ്ലം ഉണ്ടോ, നിനക്ക് GPS കിട്ടുന്നില്ലേ എന്നൊക്കെ ചോദിക്കും. പൈലറ്റ് ആണെങ്കിലോ GPS ആവശ്യമൊന്നുമില്ല, എനിക്ക് റൂട്ട് കറക്റ്റ് ആയിട്ട് അറിയാം, കുറെ കാലായി ഞാൻ ഈ റൂട്ടിലൂടെ പോകുന്നു, താൻ എന്തായാലും 75 മിനിറ്റിനുള്ളിൽ ആങ്കറേജിലേക്ക് അവരെ എത്തിക്കുമെന്ന് പറയും. നമ്മുടെ മാർഷലിനാണെങ്കിൽ അവന്റെ പെരുമാറ്റത്തിൽ എന്തോ ഒരു പന്തികേടൊക്കെ തോന്നും. ഈ സമയത്ത് ബാക്കിലിരിക്കുന്ന നമ്മുടെ വിൻസ്റ്റണെ പൈലറ്റിന്റെ സീറ്റിന്റെ താഴെയായിട്ടൊരു ഐഡി കാണും. അവൻ കാലുകൊണ്ട് അതെടുത്ത് നോക്കുമ്പോ ഡാരിൽ ബൂത്ത് എന്നെഴുതിയ വേറെ ഒരു പൈലറ്റിന്റെ ഐഡി ആയിരിക്കും അത്. അപ്പോഴാണ് അവന് മനസ്സിലാവുന്നത് അവരുടെ കൂടെയുള്ളത് ശരിക്കുമുള്ള ഡാരിലല്ല, അവരെ ഇവിടെ നിന്ന് കൊണ്ടുപോവേണ്ടിയിരുന്ന പൈലറ്റിനെ കൊന്ന് ഇപ്പൊ പൈലറ്റായി അഭിനയിക്കുന്ന ഇവൻ അവരെ കിഡ്നാപ്പ് ചെയ്തതാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. ഇതറിഞ്ഞ വിൻസ്റ്റൺ സൂത്രത്തിൽ മാർഷലിനെ ഇതറിയിക്കാനായി ശ്രമിക്കൂട്ടോ. താൻ എന്തോ ഒന്ന് താഴെ ഇട്ടു, ഫ്ലോറിലാണ് അത് ഇപ്പൊ ഉള്ളത് എന്നൊക്കെ പറഞ്ഞ് അവളെ താഴേക്ക് നോക്കിപ്പിക്കാനാണ് അവൻ ശ്രമിച്ചത്. അവൾക്ക് അതൊന്നും അപ്പൊ പിടികിട്ടില്ല. നിനക്ക് എന്താ വേണ്ടത്, അവിടെ അടങ്ങിയിരിക്ക് എന്ന് പറയുമ്പോ വിൻസ്റ്റൺ പറയും എനിക്ക് വയ്യ, തല ചുറ്റുന്ന പോലെയൊക്കെ ഉണ്ട്, ഇങ്ങോട്ടേക്ക് ഒന്ന് വരാമോ, അല്ലെങ്കിൽ നമുക്ക് ഈ പ്ലെയിൻ തിരിച്ച് നമ്മൾ വന്ന സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു പോവാം എന്നൊക്കെ പറയും. മാർഷലിനാണെങ്കിൽ ഒന്നും തന്നെ മനസ്സിലാകില്ല. പക്ഷേ ഇത് കേട്ട ഫേക്ക് പൈലറ്റ് ആണെങ്കിൽ ഒരു കവർ എടുത്ത് ഇതിലേക്ക് ഛർദിച്ചോ, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് അവന് കൊടുക്കും. പൈലറ്റ് തിരിയുന്ന ആ സമയത്ത് അവന്റെ ഡ്രസ്സിലാണെങ്കിൽ കുറച്ച് ബ്ലഡ് ഉള്ളതായിട്ട് ഈ മാർഷൽ കാണും. അവൾക്ക് വീണ്ടും ഇങ്ങനെ ഡൗട്ട് അടിക്കും. തുടർന്ന് അവൾ അല്ല നമ്മൾ എത്ര ടൈം കൊണ്ട് അവിടെ എത്തും, ഇനിയും കുറെ ടൈം ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. പൈലറ്റ് ആണെങ്കിൽ അവൾക്ക് ഡൗട്ട് തോന്നിയതൊന്നും മനസ്സിലാവാതെ അവൻ അവളോട് ഞാനൊരു മണിക്കൂറിനുള്ളിൽ നിങ്ങളെ എത്തിക്കൂട്ടോ എന്നൊക്കെ പറയും. മാർഷൽ അവിടെ ഒന്നും അവസാനിപ്പിച്ചില്ല, ചോദ്യം ചെയ്യൽ ആരംഭിക്കും. നീ ആ റേഡിയോ വഴി ഒന്ന് കണക്ട് ചെയ്യ്, ഞാനൊന്ന് നോക്കട്ടെ കണക്ട് ആവുണ്ടോന്നൊക്കെ അങ്ങനെയൊക്കെ പറയും. ഈ തട്ടിക്കൊണ്ടുവന്ന പൈലറ്റ് ഉണ്ടോ ഏതെങ്കിലും ചാനലിലേക്ക് കണക്ട് ചെയ്യുന്നു, അവൻ ഒരു ചാനലിലോട്ടും ആ റേഡിയോ കണക്ട് ചെയ്തിട്ടുണ്ടാവില്ല. അവരിങ്ങനെ ഹലോ കേൾക്കുന്നുണ്ടോ അങ്ങനെയൊക്കെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ അഭിനയിക്കും. ആരും കണക്ട് ആവുന്നില്ലല്ലേ എന്നൊക്കെ മാർഷൽ ഇങ്ങനെ ചോദിക്കുമ്പോ ഫേക്ക് പൈലറ്റ് പറയും നമ്മളിപ്പോ ഒരു മലമുകളിലൂടെ അല്ലേ പോകുന്നത്, അപ്പൊ സിഗ്നൽ കിട്ടൂല, അതുകൊണ്ടാണ് നമുക്ക് കിട്ടാത്തത് എന്നൊക്കെ. അങ്ങനെ അവളുടെ സംശയം ശരിയാണ്, ഈ പൈലറ്റ് ഫേക്ക് പൈലറ്റ് ആണ് എന്നുള്ള കാര്യം മാർഷലിന് മനസ്സിലാകും. ഇത് മനസ്സിലാക്കിയ മാർഷൽ ആണെങ്കിൽ ഇനി എന്താ ഇപ്പൊ ചെയ്യാ എന്നൊക്കെ ആലോചിച്ചിരിക്കുമ്പോ അവൾക്കൊരു ഐഡിയ തോന്നും. അവൾ അവനോട് ചോദിക്കും അല്ല ഇതൊരു ചെറിയ നാടല്ലേ, അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഫ്ലൈയിങ് കമ്മ്യൂണിറ്റി ഒക്കെ വളരെ ചെറുതായിരിക്കുമല്ലേ, നിങ്ങൾക്ക് പരസ്പരം എല്ലാ പൈലറ്റ്സിനെയും അറിയില്ലേ എന്നൊക്കെ. അറിയാമെന്നുള്ള മട്ടിൽ ഈ പൈലറ്റ് തലയൊക്കെ ആട്ടൂട്ടോ. അപ്പൊ അവളൊരു ചോദ്യം ചോദിക്കും, കഴിഞ്ഞ ആഴ്ച എന്നെ ഇവിടുന്ന് കൊണ്ടുപോയത് ജാനിക്കോസ്കി എന്ന് പറയുന്ന ഒരാളാണ്, നിങ്ങൾക്ക് ആ പൈലറ്റിനെ അറിയോന്ന് ചോദിക്കും. ഇതു കേട്ട പൈലറ്റ് ആണെങ്കിൽ എനിക്കറിയാലോ അയാളെ, അയാളൊരു അടിപൊളി മനുഷ്യനാണ്, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാനും അയാളും പരിചയപ്പെട്ടിരുന്നു, അയാളൊരു അടിപൊളി മനുഷ്യനാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തള്ളുമായിരിക്കും. അപ്പൊ ഈ മാർഷൽ പറയും എടാ മണ്ട, അയാൾ ഒരു ആണല്ല, അതൊരു ലേഡിയാണ്, ആ ലേഡിയാണ് കഴിഞ്ഞ പ്രാവശ്യം എന്നെ ഇവിടുന്ന് കൊണ്ടുപോയത്, പിന്നെ താൻ എന്താടോ ഈ പറയുന്നത് എന്ന് ചോദിക്കും. വീണോടുത്ത് കിടന്ന് ഉരുളുക എന്ന് പറയില്ലേ, അതുപോലെ ഈ പൈലറ്റ് അവളോട് പറയും നിങ്ങൾ പറയുന്നത് അയാളുടെ സിസ്റ്ററെ
സിസ്റ്ററെ കുറിച്ചാണ്, സിസ്റ്ററുടെ പേരും സെയിം ആണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒഴിഞ്ഞു മാറും. പക്ഷേ ഈ പൈലറ്റിന് മനസ്സിലാകും താനൊരു ഫേക്ക് പൈലറ്റാന്നുള്ളത് ഈ മാർഷലിന് മനസ്സിലായ കാര്യം. ഈ സമയത്ത് മാർഷല് ഈ പൈലറ്റിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. ഒരടിയൊക്കെ കൊടുക്കും. അവളുടെ കയ്യിലെ ഗണ്ണൊക്കെ എടുത്ത് ഇങ്ങനെ ഫയർ ചെയ്യാൻ നിൽക്കും. ബാക്കിൽ നിന്ന് വിൻസൻ ആണെങ്കിൽ അയാളെ വെടിവെക്കരുത്, ആകെയുള്ളൊരു പൈലറ്റ് ആണ്, നമ്മൾ പെട്ടുപോകും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ടാകും. കുറച്ചു സമയത്തെ മൽപ്പിടുത്തത്തിന് ശേഷം ഈ പൈലറ്റ് തന്റെ കയ്യിൽ കത്തി ഉണ്ടാകും. ആ കത്തി കൊണ്ട് ഇവളുടെ കഴുത്തിന് നേരെ വെച്ച് ഭീഷണിപ്പെടുത്തും. മര്യാദക്ക് അടങ്ങി നിൽക്ക് എന്നൊക്കെ പറഞ്ഞ്. അവൾ ഏതാ മുതല് ഈ സമയത്ത് അയാളുടെ കയ്യിലൊരു കടി അങ്ങ് കൊടുക്കും. ആ ഒരു ദേഷ്യത്തില് പൈലറ്റ് അവളെ തല്ലും കേട്ടോ. പൈലറ്റിന്റെ കയ്യിലുണ്ടായിരുന്ന കത്തി നേരെ ബാക്ക് സീറ്റിൽ പോയി ചാടും. ദേഷ്യം വന്ന പൈലറ്റ് ആണെങ്കിൽ അവളൊരു 4-5 അടിയൊക്കെ അടിച്ച് ബോധം കെടുത്ത് കിടത്തും അവിടെ. അതിനുശേഷമാണ് ഈ ഫേക്ക് പൈലറ്റ് താൻ ആരാണെന്നും താൻ എന്തിനാ വന്നതുമെല്ലാം വിൻസ്റ്റനോട് പറയുന്നത്. എടാ വിൻസ്റ്റണെ, താൻ മൊറേറ്റിനെ ചതിക്കായിരുന്നല്ലേ? മൊറേറ്റിനെ ഒറ്റിക്കൊടുക്കുന്ന കാര്യം മൊറേറ്റിക്ക് മനസ്സിലായി. നിന്നെ കൊല്ലാൻ വേണ്ടിയാണ് എന്നെ പറഞ്ഞയച്ചത് എന്ന് ഫേക്ക് പൈലറ്റ് അവനോട് പറയും. ഇത് കേട്ട വിൻസ്റ്റൺ ആണെങ്കിൽ പേടിച്ച് വിറക്കും. അവൻ അല്ലെങ്കിൽ ഒരു പേടിത്തൊണ്ടനാണല്ലോ. തുടർന്ന് വിൻസ്റ്റൺ പറയും, ഞാനൊരു വാക്കുപോലും അവരോട് പറഞ്ഞു കൊടുത്തിട്ടില്ല, മൊറേറ്റിനെ കുറിച്ച് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് എന്നെ കൊല്ലാതിരുന്നൂടെ? ഇനി നിനക്ക് ക്യാഷ് ആണോ വേണ്ടത്? എത്ര വേണമെങ്കിലും ഞാൻ തരാം. നീ എന്നെ സേഫ് ആയിട്ട് എവിടെയും ഇറക്കി വിട്. ഒരു പൂച്ചക്കുട്ടി പോലും ഞാൻ ജീവിച്ചിരിക്കുന്ന കാര്യം പോലും അറിയില്ല. എവിടെയെങ്കിലും പോയി ഞാൻ ജീവിച്ചോളാം, നിനക്ക് വേണ്ട അത്ര ക്യാഷ് തരാം എന്നൊക്കെ പറയും. ഈ സമയത്ത് നമ്മളുടെ മാർഷൽ ആണെങ്കിൽ ഇതെല്ലാം ഇങ്ങനെ കേൾക്കുന്നുണ്ടാകും. പതിയെ അവളുടെ ബോധമൊക്കെ വന്നിട്ടുണ്ട്. ഈ പൈലറ്റ് ആണെങ്കിൽ ഇവരെ കൊല്ലാനാണല്ലോ വന്നത്. ഒരു പ്ലാസ്റ്റിക് ടൈയൊക്കെ എടുത്ത് ഇവളുടെ കഴുത്തിൽ ഇങ്ങനെ മുറുക്കി കൊല്ലാനായി ശ്രമിക്കുമ്പോ മാർഷൽ തന്റെ കയ്യിലുള്ള ഒരു ഇലക്ട്രിക് ഗൺ ഉണ്ടാവും, അതെടുത്ത് കഴുത്തിലാണ് പ്രസ് ചെയ്യും. ഷോക്കടിച്ച് ദേ കിടക്കുന്നു പൈലറ്റ് താഴെ. ഇതും കൂടി ആയപ്പോ വിൻസ്റ്റന്റെ കാറ്റങ്ങ് പോവും. അവൻ പേടിച്ച് വിറച്ച് അവളോട് പറയും, ഈ പൈലറ്റ് നമ്മളെ കൊല്ലാനാണ് വന്നത്, വേഗം എന്റെ കെട്ടടിക്ക്, നമുക്ക് രക്ഷപ്പെടണം, എനിക്ക് ശ്വാസം പോലും കിട്ടുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോ, ഞാൻ ഇവിടെ ഇല്ലേ, നീ എന്തിനാ പേടിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ മാർഷൽ അവനെ സമാധാനിപ്പിക്കും. തുടർന്ന് മാർഷൽ അവനോട് ചോദിക്കും, നേരത്തെ ഒരു കത്തി ചാടിയില്ല, കത്തി കണ്ടോ എന്ന്. അത് കാണിച്ചു കൊടുക്കുന്നതിന്റെ തൊട്ട് മുമ്പായിട്ട് നിലത്ത് കടന്ന പൈലറ്റ് ആണെങ്കിൽ ചാടി അവളെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. അവള് വീണ്ടും ആ ഇലക്ട്രിക് ഗണ്ണുകൊണ്ട് അവനെ ഷോക്ക് അടിപ്പിക്കും. ഷോക്ക് അടിപ്പിക്കുക എന്ന് പറഞ്ഞാലും പോരെ, മരിക്കുന്നതിനെ ഷോക്ക് അടിപ്പിക്കൂല, അതുപോലെ പ്രസ് ചെയ്ത് പിടിക്കും. എങ്ങനെയൊക്കെയോ ആ പൈലറ്റിന്റെ ബോധം കളഞ്ഞ് അവനെ തള്ളി മാറ്റും. അവർ തമ്മിലുള്ള ഫൈറ്റിനിടയില് പ്ലെയിൻ ആണെങ്കിൽ കംപ്ലീറ്റ് കൺട്രോൾ എല്ലാം പോയിരിക്കായിരിക്കും. പൈലറ്റിനെയാണല്ലോ ഈ മാർഷൽ തല്ലിയത്. അങ്ങനെ ഈ മാർഷൽ ഉണ്ടല്ലോ, അവൾ ആ പ്ലെയിന്റെ കൺട്രോളിങ് എടുക്കും. പ്ലെയിൻ ഒരു മഞ്ഞുമലയിൽ തട്ടുന്നതിന് തൊട്ട് മുമ്പായിട്ട് അവൾ ആ ലിവർ അങ്ങ് ഉയർത്തും. പ്ലെയിനിന്റെ ABCD പോലും അറിയാത്ത അവർ ആ ക്രാഷിൽ നിന്ന് രക്ഷപ്പെടും. മാത്രല്ല അവളൊരു ബട്ടൺ കാണും അവിടെ, ഈ ഓട്ടോ പൈലറ്റിന്റെ ബട്ടൺ ഉണ്ടാവുമല്ലോ പ്ലെയിനില്, അവൾ അത് ഓൺ ചെയ്യുകയും ചെയ്യും. അപ്പൊ പിന്നെ സേഫ് ആയല്ലോ. പിന്നീട് ഈ മാർഷല് തന്റെ കൈ നേരത്തെ ഈ പൈലറ്റ് കെട്ടിയിട്ടിരുന്നു, അതഴിക്കാനുള്ള ഓരോ പരിപാടി ഇങ്ങനെ നോക്കും. ഈ സമയത്ത് വിൻസ്റ്റൺ ആണെങ്കിൽ അവിടെയുള്ളൊരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഉണ്ടാവും, അതിനകത്തൊരു കത്രികയും. ആ കത്രിക എടുത്ത് ഈ പ്ലാസ്റ്റിക് കയർ കട്ട് ചെയ്ത് കൊടുക്കും. മാത്രല്ല വിൻസ്റ്റൺ അവളോട് പറയും, നീ എന്റെ ഈ ചെങ്ങലയെല്ലാം അഴിച്ചതാ, അവനെ ബന്ദിയാക്കാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാന്നൊക്കെ. എന്തു പറഞ്ഞാലും ഈ വിൻസ്റ്റൺ ഒരു കുറ്റവാളി തന്നെയാണല്ലേ. അതുകൊണ്ട് മാർഷൽ അവന്റെ ആ ചെങ്ങല ഒന്നും അഴിച്ചു കൊടുക്കൂല, പകരം ആ സീറ്റിൽ നിന്നുള്ള ലോക്ക് അഴിച്ചു കൊടുക്കും. പിന്നെ അവർ രണ്ടുപേരും ചേർന്ന് ഈ പൈലറ്റിനെ ലോക്ക് ചെയ്യായിരിക്കും. അതിനിടയിൽ ഈ പൈലറ്റിന്റെ പോക്കറ്റിൽ നിന്നൊരു പേപ്പർ കിട്ടും അവർക്ക്. അത് കണ്ടതോടെ ഈ വിൻസ്റ്റന്റെയും മാർഷലിന്റെയും കിളി പോവും. ഇവരുടെ A to Z കാര്യങ്ങൾ ഉണ്ടാവും അതില്. അതായത് വിൻസ്റ്റന്റെ അമ്മേനെ കുറിച്ചും അവന്റെ വീട് എവിടെയാണ് അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസ് മാർഷലിന്റെ ഉണ്ടാകൂട്ടോ. ഇതുകൊണ്ട് വിൻസ്റ്റൺ മാർഷലിനോട് പറയും, എന്റെ അമ്മയെ എങ്ങനെയും രക്ഷിക്കണം, നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യണം, നമുക്ക് എത്രയും പെട്ടെന്ന് ഈ പ്ലെയിൻ താഴെ ഇറക്കണം എന്നൊക്കെ. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഒട്ടും സമയം പോലും കളയാതെ ആ പൈലറ്റിനെ ഒരു ഹാൻഡ് കഫ് കൊണ്ടെല്ലാം കെട്ടിയിടും. കാരണം ആ പൈലറ്റിനെ അവർ വെടിവെച്ച് കൊന്നിട്ടൊന്നുമില്ല, തൽക്കാലം ഷോക്ക് അടിപ്പിച്ച് ബോധം കെടുത്തിയിട്ടുള്ളൂ. അങ്ങനെ രണ്ടുപേരും കൂടി കോക്പിറ്റിലെത്തി ആ ഹെഡ്സെറ്റ് ഒക്കെ വെച്ച് റേഡിയോ ഒക്കെ കണക്ട് ചെയ്യാൻ നോക്കും. ഇതിനിടയിൽ വിൻസൺ ഇങ്ങനെ പറയും, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനാണ് ഞാൻ നോക്കിയത്, ഇപ്പൊ കണ്ടില്ലേ എന്റെ കുടുംബം എല്ലാം പോയി കിടക്കാണ് എന്നൊക്കെ. അവർ കുറെ നേരം ഇങ്ങനെ റേഡിയോ ഒക്കെ കണക്ട് ചെയ്യാൻ നോക്കും, പക്ഷെ ഒന്നും കണക്ട് ആവുന്നുണ്ടാവില്ല. കുറെ സമയം പരിശ്രമിച്ചതിന് ശേഷം അവർക്ക് ആ റേഡിയോ കണക്ട് ആയി കിട്ടും. അവർ ഈ സംഭവം എല്ലാം റേഡിയോ വഴി അറിയിക്കുമ്പോൾ അവിടെയുള്ള ആളാണെങ്കിൽ ചോദിക്കും, എവിടെ നിങ്ങളുടെ പൈലറ്റ്, ഞാൻ നിങ്ങളുടെ പൈലറ്റിനോട് സംസാരിക്കണം എന്നൊക്കെ. ഇവർ അയാളോട് പറയും, ഞങ്ങൾ ഇങ്ങനെ പെട്ടുപോയതാണ്, ഈ പൈലറ്റ് ഞങ്ങളെ കിഡ്നാപ്പ് ചെയ്തതാണ് എന്നൊക്കെ. അപ്പുറത്തുള്ള ആൾക്ക് അതൊന്നും വിശ്വാസാവില്ല. പക്ഷെ അവരിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ കണക്ഷൻ അങ്ങ് പോകും. പിന്നെ ഏറെ നേരം കണക്ട് ചെയ്യാൻ നോക്കിയിട്ടും സംഭവം കണക്ട് ആവില്ല. അപ്പോഴാണ് വിൻസൺ ഇവളോട് ചോദിക്കുന്നത്, അല്ല നിങ്ങൾ നമ്മൾ പ്ലെയിനിൽ കയറിയ സമയത്ത് ആർക്കോ വിളിച്ച് റിപ്പോർട്ട് ചെയ്തില്ലേ, എന്തുകൊണ്ട് മൊബൈൽ ഫോണിലൂടെ വിളിച്ചൂടാ? നമ്മുടെ മാർഷലും അപ്പോഴാണ് ഈ മൊബൈൽ ഫോണിന്റെ കാര്യം ആലോചിക്കുന്നത്. ആ ബഹളത്തിനിടയിൽ അതെല്ലാം മറന്നിട്ടുണ്ട്. അങ്ങനെ ഫോൺ എടുത്തിട്ട് അവർ ആ കരോളിൻ എന്ന് പറഞ്ഞ ആ ഓഫീസർ ഉണ്ടല്ലോ, അവൾക്ക് വിളിച്ച് കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യും. അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഫേക്ക് പൈലറ്റ് ആണ്, അയാൾ ഇവരെ കൊല്ലാൻ നോക്കി, അങ്ങനെ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യും. ഇത് കേട്ടപ്പോ പിന്നെ കരോളിന്
ഇവരോട് പറയും, പിന്നെ നിങ്ങൾ ഒരു കാരണവശാലും ആർക്കും ഇനി ഫോൺ ചെയ്യരുത്. നമ്മൾ അത്രക്കും സീക്രട്ട് ആയിട്ടാണ് വിൻസ്റ്റൺ അവിടുന്ന് കൊണ്ടുവന്നത്. നമ്മുടെ കൂട്ടത്തിൽ തന്നെ ആരോ ഒരാൾ ഒറ്റുന്നുണ്ട്. എന്തായാലും എന്റെ അടുത്തൊരു കോൾ വരുന്നവരെ ആരെയും കോണ്ടാക്ട് ചെയ്യരുത്. ഞാനൊരു പൈലറ്റുമായി വരാമെന്നും പറഞ്ഞ് അവൾ ആ ഫോൺ കട്ട് ചെയ്യും. കുറച്ച് സമയം കഴിഞ്ഞപ്പോ അവൾക്കൊരു കോൾ വരും. ഹസൻ എന്ന് പറയുന്ന ഒരു പൈലറ്റിന്റെ, നമ്മുടെ കരോളിൻ ഏർപ്പാടാക്കിയതായിരിക്കും ഈ പൈലറ്റിനെ. ഹസൻ ഇവരുടെ ഈ ആറ്റിറ്റ്യൂഡ്, പൊസിഷന്, അങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിച്ചെല്ലാം മനസ്സിലാക്കും. അവരേതോ റോങ് ആയിട്ടുള്ള ആൾട്ടിറ്റ്യൂഡിലൂടെയാണ് പോകുന്നതെന്ന് ഹസന് മനസ്സിലാകും. അവൻ പിന്നീട് ഈ മാർഷലിന് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും, നീ അത് ലിവർ എടുത്തിട്ട് വലത്തോട്ട് തിരിക്ക്, ഇടത്തോട്ട് തിരിക്ക്, അങ്ങനെ വഴിയെല്ലാം പറഞ്ഞ് ക്ലിയർ ആക്കി കൊടുക്കും. അതായത് കറക്റ്റ് റൂട്ടിലാക്കി കൊടുക്കും. പിന്നീട് ആ ഓട്ടോ പൈലറ്റ് വീണ്ടും ഓൺ ആക്കാനും പറയും. മാത്രല്ല ഹസൻ പറയും, ഇപ്പൊ നിങ്ങൾ കറക്റ്റ് റൂട്ടിലൂടെയാണ് പോകുന്നത്, ഞാൻ നിങ്ങളുടെ ലൊക്കേഷൻ കിട്ടിയാൽ തിരിച്ചു വിളിക്കാം എന്നൊക്കെ പറഞ്ഞ് അവൻ ആ ഫോൺ കട്ട് ചെയ്യും. ഈ സമയത്താണെങ്കിൽ നമ്മുടെ ബാക്കിലിരിക്കുന്ന ആ ഫേക്ക് പൈലറ്റ് ഉണ്ടല്ലോ, അവൻ ഉണരെന്ന് പറഞ്ഞാൽ ബോധം തെളിയും. ഉണർന്നു നോക്കുമ്പോ അവന്റെ കയ്യിൽ ഹാൻഡ് കഫ് എല്ലാം ഉണ്ടല്ലോ. അവൻ അതെങ്ങനെയൊക്കെ ഊരണം എന്നുണ്ടെങ്കിൽ ഈ മാർഷലിനെ ടോർച്ചർ ചെയ്യണം. അതാവുമ്പോ അവളൊന്ന് ഫൈറ്റ് ചെയ്യുമല്ലോ. അപ്പൊ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്ന് വിചാരിച്ചിട്ട് അവനൊരു പഴയ സ്റ്റോറി ഇങ്ങനെ പറയും. അല്ല മെഡ്ലിനെ, ഈ വിൻസ്റ്റൺ നീ സംരക്ഷിക്കുന്നത് പോലെ ഒരാൾ നിന്റെ സംരക്ഷണത്തിൽ ഉണ്ടായിരുന്നല്ലോ, അയാള് തീ കത്തി മരിച്ചില്ലേ, അതും ജീവനോടെ. അപ്പൊ നിന്റെ സംരക്ഷണത്തിലാണെങ്കിലും ആളുകൾ മരിക്കുമല്ലേ എന്നൊക്കെ. സംഭവം എന്താന്ന് വെച്ചാല് ഇപ്പൊ ഈ വിൻസ്റ്റൺ ഈ മാർഷലിന്റെ സംരക്ഷണത്തിലാണല്ലോ. ഇവരുടെ സംരക്ഷണത്തില് വലിയ ഉറപ്പൊന്നുമില്ലാന്ന് തെളിയിക്കായിരുന്നു ഈ ഫേക്ക് പൈലറ്റ് ചെയ്തത്. ഇത് കേട്ട ഉടനെ മാർഷലിനാണെങ്കിൽ ദേഷ്യം വന്ന് അവന്റെ അടുത്ത് പോയി നല്ലവണ്ണം കൊടുക്കും. മാത്രല്ല അവൾ ആകെ ആശ്ചര്യപ്പെട്ടു പോകും. അതൊരു സീക്രട്ട് ആയിട്ടുള്ള കാര്യമാണല്ലോ, ഇവൻ ഇത് എങ്ങനെ അറിഞ്ഞു എന്നൊക്കെ. തിരിച്ച് കോക്പിറ്റിലെത്തിയ മാർഷലിനോട് വിൻസൻ ചോദിക്കും, അല്ല എന്താണ് ആ സംഭവം, നിങ്ങളുടെ സംരക്ഷണത്തിൽ ഒരു മരിച്ചു എന്നൊക്കെ പറഞ്ഞല്ലോ, എന്താണ് അത് എന്നൊക്കെ. മെക്സിക്കോയിൽ വെച്ച് മാരിയ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ തന്റെ സംരക്ഷണത്തിൽ ചുമതലപ്പെടുത്തിയിരുന്നു. അവളുടെ ബോയ് ഫ്രണ്ടിന് കാർട്ടൽസ് എന്ന് പറഞ്ഞ ഒരു തീവ്രവാദിയുമായിട്ട് ചില ബിസിനസ് ഒക്കെ ഉണ്ടായിരുന്നു. അതിന്റെ ചില പ്രശ്നങ്ങൾ കാരണം ഈ ബോയ് ഫ്രണ്ട് ആണ് മാർഷലിന്റെ അടുത്ത് ഈ മാരിയെ ഏൽപ്പിച്ചത്. അങ്ങനെ ഒരു ദിവസം മാരിയ കുളിക്കാനായി ബാത്റൂമിൽ പോകുമ്പോ കാർട്ടൽസിന്റെ ആളുകൾ വന്ന് ബാത്റൂമിന്റെ ജനൽ വഴി അവളെ അറ്റാക്ക് ചെയ്യും. അങ്ങനെയാണ് ജീവനോട് അവൾ മരിച്ചത് എന്ന് മാർഷൽ വിൻസ്റ്റനോട് പറയും. ഫേക്ക് പൈലറ്റ് അവിടെ നിന്ന് നിർത്തിയില്ല, അടുത്ത ഊഴം വിൻസ്റ്റന്റെ മേലെയായി. അവനോട് പറയും, നിന്റെ അമ്മയുടെ അഡ്രസ് ഒക്കെ എനിക്കറിയാം, നീ എന്നെ ഇങ്ങനെ തടവിലാക്കിയെന്ന് വെച്ചിട്ട് നിന്റെ അമ്മയ്ക്കൊന്നും വരാതിരിക്കൊന്നുമില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തും. വിൻസ്റ്റൺ ആണെങ്കിൽ വീണ്ടും പേടിയാകും. അവൻ മാർഷലിനോട് പറയും, എന്റെ അമ്മയുടെ അഡ്രസ് ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല, ഞാൻ ആരോടും തന്നെ അത് പറഞ്ഞിട്ടുമില്ല, ഈ US അറ്റോർണിയോടല്ലാതെ വേറെ ആരോടും പറഞ്ഞിട്ടില്ല എന്നൊക്കെ. അപ്പൊ ഈ മാർഷലിന് ചെറിയൊരു ഡൗട്ട് ഇങ്ങനെ തോന്നും. നേരത്തെ കരോളിൻ ഇവളോട് പറഞ്ഞല്ലോ, നമ്മളുടെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് തന്നെയാണ് ഇത് ലീക്ക് ആയിട്ടുള്ളത്. മാത്രല്ല കരോളിനാണ് മുൻകൈ എടുത്തുകൊണ്ട് ഇവർക്ക് ഈ പൈലറ്റിനൊക്കെ കൊടുത്തത് അല്ലെ. മാത്രല്ല കരോളിൻ അവരോട് കാരോട് പറഞ്ഞുല്ലേ, എന്നെ അല്ലാതെ വേറെ ആരെയും കോണ്ടാക്ട് ചെയ്യരുത് എന്നൊക്കെ. എല്ലാം കൂടെ കൂട്ടി വായിച്ചപ്പോ മാർഷലിന് കരോളിന്റെ മേലെ ചെറിയൊരു ഡൗട്ട് ഒക്കെ വന്നു. ഈ സമയത്തായിരുന്നു കരോളിന്റെ അടുത്ത വിളി. കരോളിന് ശരിക്കും വിളിച്ചത് എന്തിനാന്ന് വെച്ചാല് അവള് ബാക്ക്ഗ്രൗണ്ടിൽ ഈ മിലിറ്ററിനെയും അതുപോലെ എയർഫോഴ്സ് ഡിപ്പാർട്ട്മെന്റിനെയും എല്ലാരെയും അറിയിച്ചിട്ടുണ്ട്. അതായത് ഇവർ ഈ പെട്ടുപോയ വിവരങ്ങളൊക്കെ ഇവരെ രക്ഷപ്പെടുത്താനായിട്ട്. മാർഷലിനാണെങ്കിൽ ഈ ടൈമിൽ ഡൗട്ട് ഉണ്ടല്ലോ കരോളിന്റെ മേലെ. അവൾ കരോളിനോട് പറയും, അല്ല ആരപ്പ ഈ വിവരങ്ങൾ ചോർത്തിയത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്ന്. അപ്പൊ കരോളിനാണെങ്കിൽ ഓരോരോ പേരിങ്ങനെ പറയും, ആരൊക്കെയാണ് ഈ വിവരം അറിഞ്ഞിട്ടുള്ളത് എന്നുള്ളത്. ലോ ഓഫ് എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്, പിന്നെ US അറ്റോർണി, FFA ആയിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്, TSN അലേർട്ട് ചെയ്തിട്ടുണ്ട്. ഇവർക്കൊന്നും തന്നെ വിൻസ്റ്റണെയാണ് നമ്മൾ കൊണ്ടുപോകുന്നുള്ള കാര്യം അറിയില്ല എന്ന് പറഞ്ഞു. മാർഷൽ ചെറുതായിട്ടൊന്ന് ചൂണ്ടയിട്ട് കൊടുക്കും, ആ നീ ഉണ്ടല്ലോ അല്ലേ ആ കൂട്ടത്തില്, ഇതെല്ലാം അറിഞ്ഞ കൂട്ടത്തില് എന്ന്. അപ്പോഴും കാരോളിന് കാര്യമൊന്നും മനസ്സിലാവില്ല കേട്ടോ. കൂടുതൽ സമയമെടുക്കാതെ ഹസൻ നിങ്ങളെ വിളിക്കുകയും ചെയ്യും, അവൻ പറഞ്ഞു തരും നിങ്ങൾക്ക് എവിടെയാണ് ലാൻഡ് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞ് കാരോളിൻ ആ ഫോൺ കട്ട് ചെയ്യും. ഈ സമയത്താണെങ്കിൽ ബാക്കിലിരിക്കുന്ന ഫേക്ക് പൈലറ്റ് ഉണ്ടല്ലോ, നേരത്തെ മാർഷലുമായി തല്ലു പിടിച്ചപ്പോ താഴെ പോയ കത്തി കാണും. അവന്റെ കയ്യിലുള്ള കയറങ്ങ് മുറിക്കാനായി അവനെ കത്തിയൊക്കെ എടുക്കാൻ ശ്രമിക്കും. പക്ഷെ അതൊരുപാട് അപ്പുറത്തായിരിക്കും. ഈ സമയത്താണ് അവരുടെ പ്ലെയിൻ ഉണ്ടല്ലോ, അതൊരു മഞ്ഞുമല ഇടിക്കാനായി പോകുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെടും. ഇപ്പൊ ഇവർക്കാണെങ്കിൽ A to Z അറിയില്ല എന്ന് പറയാൻ പറ്റൂല. ഹസൻ ആണെങ്കിൽ ഓരോ ടിപ്പ് എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ നേരത്തെ. അങ്ങനെ ഹസൻ പറഞ്ഞ പോലെ ഓട്ടോ പൈലറ്റ് ഓഫ് ചെയ്ത് ആ ലിവർ കയ്യിലെടുത്ത് മാർഷൽ അതിങ്ങനെ പുള്ളി ഇത് പിടിക്കും. ഇഞ്ചോടിഞ്ച് രക്ഷപ്പെട്ടു എന്നൊക്കെ പറയൂലേ, അതുപോലെ കറക്റ്റ് ആ മഞ്ഞുമലേന്റെ അറ്റത്തുള്ള മഞ്ഞെല്ലാം തുളച്ച പ്ലെയിൻ ഇങ്ങനെ പൊന്തി വരും. ഇപ്പൊ മാർഷലിന്റെ മനസ്സിലാണെങ്കിൽ വല്ലാത്തൊരു സന്തോഷം ഉണ്ടാകും, ഹസന്റെ ട്രെയിനിങ് ഉപകാരമായല്ലോ എന്നൊക്കെ. പക്ഷെ ഈ ഗ്യാപ്പില് പ്ലെയിന് പൊന്തിയ ആ സമയത്ത് നമ്മുടെ ബാക്കിലിരിക്കുന്ന ഫേക്ക് പൈലറ്റിനെ കത്തി കിട്ടിയിട്ടുണ്ടാവും. അവൻ ആ ഹാൻഡ് കഫ് ഇങ്ങനെ മുറിക്കാനായി നോക്കും. കുറച്ചൊക്കെ അവൻ മുറിക്കുകയും ചെയ്യും. ഈ സമയത്ത് വീണ്ടും കാരോളിന്റെ കോൾ വരും. വേറൊന്നുമില്ല, ഇവരുടെ സ്റ്റാറ്റസ് ഒക്കെ അറിയാനായിട്ട്. ഈ സമയത്ത് മാർഷൽ കാരോളിനൊരു കാര്യം പറയും, പിന്നെ ഈ ന്യൂസ് ലീക്ക് ആയിട്ടുള്ളത് US അറ്റോർണിയുടെ സൈഡിൽ നിന്നോ FFAന്റെ സൈഡിൽ നിന്നോ ഒന്നും അല്ലട്ടോ, നമ്മളുടെ ഡിപ്പാർട്ട്മെന്റിൽ തന്നെയാണ്.
തന്നെയാണ്, മാർഷൽ ഡിപ്പാർട്ട്മെന്റിൽ തന്നെയാണ്. അപ്പൊ കാരോളിൻ ചോദിക്കും, അല്ല നിനക്ക് എങ്ങനെ അത് മനസ്സിലായത്, നീ എന്താ അങ്ങനെ പറയാൻ കാരണം എന്നൊക്കെ. വേറൊന്നുമല്ല, എന്റെ കംപ്ലീറ്റ് വർക്ക് ഹിസ്റ്ററി ഇവനറിയാം, ഈ ഫേക്ക് പൈലറ്റിന് അറിയാം. പണ്ട് എന്റെ സംരക്ഷണയിലിരുന്ന മാരിയ മരിച്ചില്ലേ, ആ കഥ വരെ ഇവനറിയാം. അതൊരിക്കലും US അറ്റോർണിക്കോ FFA ഡിപ്പാർട്ട്മെന്റിനോ ഒന്നും തന്നെ അറിയില്ല. അതുകൊണ്ട് നീ പെട്ടെന്ന് തന്നെ നമ്മളുടെ ഡയറക്ടറെ വിവരം അറിയിക്കണമെന്ന് മാർഷൽ ഈ കാരോളിനോട് പറയും. പക്ഷെ കാരോളിൻ ആണെങ്കിൽ അത് സമ്മതിക്കില്ല. ഇത് ഞാൻ ഏറ്റെടുത്ത മിഷൻ അല്ലേ, ഡയറക്ടറെ ഇതിലോട്ട് ഇൻവോൾവ് ചെയ്യിക്കണ്ടെന്നൊക്കെ കാരോളിൻ പറയും. ഈ മറുപടി കൂടി ആയപ്പോ മാർഷലിന്റെ ഡൗട്ടാണ് കൂടി. ഇനി കാരോളിൻ ആണോ ഈ ന്യൂസ് എല്ലാം ലീക്ക് ആക്കിയത്, അല്ല അതെന്താ നമ്മുടെ ഡയറക്ടർ അറിയിച്ചാലും എന്നൊക്കെ മാർഷൽ ഇങ്ങനെ ചോദിക്കും. കാരോളിൻ പറയും, വേറെ ഒന്നുമല്ല, ഈ ന്യൂസ് ലീക്ക് ആയിട്ടില്ലേ, നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് തന്നെയാണെന്നല്ലേ നീ പറഞ്ഞത്, അതുകൊണ്ട് ഇനി വേറെ ആരും അറിയണ്ട, നീ പ്ലെയിൻ ലാൻഡ് ചെയ്യുമ്പോൾ എന്റെ ടീം അവിടെ ഉണ്ടാകും, നിങ്ങൾ അവരുടെ കൂടെ പോയാ മതി എന്നൊക്കെയാവും കാരോളിന്റെ മറുപടി. മാർഷൽ അതിനൊന്നും മറുപടി പറയാതെ, ഹസൻ വിളിക്കുന്നുണ്ട് ഞാൻ പിന്നെ വിളിക്കാന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്യും. എന്നിട്ട് ഡയറക്ടറിനെ വിളിച്ച് വിവരം അറിയിക്കും, നമ്മളുടെ ഈ മിഷൻ ഉണ്ടല്ലോ അത് ലീക്ക് ആയിട്ടുണ്ട്, കാരോളിൻ ആണോ എന്നൊരു ഡൗട്ടൊക്കെ ഉണ്ട് എന്നൊക്കെ. ഡയറക്ടർ ആണെങ്കിൽ അവളോട് പറയും, കാരോളിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ യാതൊരു കാരണവശാലും പേടിക്കണ്ട, ഇത് ഞാൻ ഹാൻഡിൽ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞ് ഫോൺ വെക്കും. നേരത്തെ ഹസൻ ആണെങ്കിൽ കുറച്ച് കഴിഞ്ഞ് വിളിക്കാ എന്ന് പറഞ്ഞ് ഫോൺ വെച്ചതാണല്ലോ, അവൻ വിളിച്ചപ്പോ ഇവരുടെ ലൊക്കേഷൻ ഒന്നും ട്രാക്ക് ചെയ്യാനും പറ്റിയിട്ടില്ല. അങ്ങനെ പ്ലെയിൻ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോ അവർ എന്തോ ഒരു സംഭവം ഇങ്ങനെ കാണും. അത് വേറൊന്നല്ല, ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ ഒരു ഷിപ്പായിരിക്കും. അവര് പെട്ടെന്ന് തന്നെ ഹസനെ വിളിച്ച് ഈ വിവരം പറയും. മാത്രല്ല അവരൊരു ബൈനോക്കുലർ ഒക്കെ വെച്ച് ആ ഷിപ്പിന്റെ പേര് ഫയർ ഡാൻസർ ആണ് എന്നൊക്കെ ഹസനെ എങ്ങനെ അറിയിക്കും. അതോടുകൂടി ഹസൻ അവരുടെ ലൊക്കേഷന്റെ ക്ലൂ കിട്ടും. ഹസൻ പെട്ടെന്ന് തന്നെ കോസ്റ്റ് ഗാർഡിന് വിവരം അറിയിച്ച് ഇവരെ റഡാർ വഴി കണക്ട് ചെയ്യും, അതായത് ഇവരുടെ റേഡിയോ വഴി കണക്ട് ചെയ്യും. മാത്രല്ല ഇനി നിങ്ങൾ യാതൊരു കാരണവശാലും പേടിക്കണ്ട, ഉടനെ തന്നെ അടുത്തുള്ള ഒരു ലാൻഡിംഗ് സ്പേസിലോട്ട് നിങ്ങൾ എത്തിക്കാന്നൊക്കെ പറയും. പക്ഷേ വിധി മറ്റൊന്നായിരുന്നു. ബാക്കിലിരുന്ന ഫേക്ക് പൈലറ്റ് ഉണ്ടല്ലോ, അവൻ നേരത്തെ കിട്ടിയ ആ കത്തി കൊണ്ട് ബെൽറ്റ് എല്ലാം കട്ട് ചെയ്ത് സ്വയം മോചിതനായി മാറിയിരുന്നു. അവൻ പെട്ടെന്ന് കോക്പിറ്റിന്റെ അങ്ങോട്ടേക്ക് വന്ന് വിൻസ്റ്റനെ കുത്തി പരിക്കേൽപ്പിക്കും. മാത്രല്ല മാർഷലിന്റെ കഴുത്തിലൂടെ ബെൽറ്റ് ഇട്ട് മുറുക്കി കൊല്ലാനൊക്കെ ഇങ്ങനെ ശ്രമിക്കും. ഈ സമയത്ത് വിൻസ്റ്റൺ ആണെങ്കിൽ തന്റെ ദേഹത്ത് കുത്തിയിറക്കിയ കത്തി ഉണ്ടല്ലോ അതിങ്ങ് വലിച്ചൂരിയ ബെൽറ്റ് അങ്ങ് കട്ട് ചെയ്യും. ആഘാതത്തിൽ ആ ഫേക്ക് പൈലറ്റ് താഴെ അങ്ങ് വീഴും. വളരെ പെട്ടെന്ന് തന്നെ അവൻ എണീറ്റ് അവന്റെ കയ്യിലൊരു ഗൺ ഉണ്ടായിരുന്നു അല്ലേ, ആ ഗണ്ണെടുത്ത് ഈ മാർഷലിനെ വെടിവെക്കാൻ നോക്കും. എങ്ങനെയൊക്കെയോ ഈ മാർഷലിന് ഒരു ഫ്ലെയർ ഗണ്ണ് കിട്ടും. അവൾ ആ ഗണ്ണെടുത്ത് അവനെ അങ്ങ് ഷൂട്ട് ചെയ്യും. ആ സമയത്ത് വിൻസ്റ്റൺ ആണെങ്കിൽ മരണത്തോട് ഇങ്ങനെ മല്ലടിച്ചിരിക്കുകയായിരിക്കും. മാർഷൽ ഹസനെ കോണ്ടാക്ട് ചെയ്ത് അവനോട് പറയും, ഈ പ്ലെയിൻ പെട്ടെന്ന് തന്നെ ലാൻഡ് ചെയ്യിക്കണം, അടുത്തുള്ള ലാൻഡിംഗ് പോയിന്റ് കാണിച്ചതാ, വിൻസ്റ്റൺ മുറിവായിട്ടുണ്ട് എന്നൊക്കെ. ആങ്കറേജിലേക്ക് എത്താനുള്ള ഫ്യൂൽ ഒക്കെ ആ പ്ലെയിനിൽ ഉണ്ടാകും, പക്ഷെ പതിയെ ആയിരിക്കും അങ്ങോട്ടേക്ക് എത്തുക. അപ്പോഴേക്കും വിൻസ്റ്റൺ എന്തായാലും മരിക്കും. അത് മനസ്സിലാക്കിയ മാർഷൽ ഹസനോട് പറയും, ഞാൻ ഈ പ്ലെയിന്റെ സ്പീഡ് അങ്ങ് കൂട്ടാൻ പോവുകയാണ്, അപ്പൊ പിന്നെ വേഗം ആങ്കറേജിൽ എത്തുമല്ലോ, ഫ്യൂല് വളരെയധികം കമ്മിയാണ് എന്നൊക്കെ ഹസൻ അവളെ അറിയിക്കും. പക്ഷേ മാർഷലിന് വിൻസ്റ്റന്റെ ജീവൻ എങ്ങനെയും രക്ഷിക്കണം എന്നാവും മൈൻഡില്. അവൾ പെട്ടെന്ന് തന്നെ ആ പ്ലെയിന്റെ സ്പീഡ് അങ്ങ് കൂട്ടും. ഈ സമയത്ത് വിൻസ്റ്റൺ ആണെങ്കിൽ അവൻ ചെയ്തു കൂട്ടിയ പാപങ്ങളൊക്കെ ഇങ്ങനെ ഏറ്റു പറയും. അവൻ ഈ മുറീറ്റിക്ക് വേണ്ടി കൊയൽപ്പണൊക്കെ ഉണ്ടാവുമല്ലോ അതിങ്ങനെ ഓരോ ലൊക്കേഷനിലേക്ക് അയച്ചു എന്നൊക്കെ. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് മാർഷലിന് ഒരു കാര്യം ട്രിഗർ ആവുന്നത്. അവളുടെ ഡയറക്ടർ ഉണ്ടല്ലോ, അയാളുടെ പേര്, ഈ ഡയറക്ടറിന്റെ ആ ലൊക്കേഷനിലോട്ടും വിൻസ്റ്റൺ പണമെല്ലാം അയച്ചിട്ടുണ്ട്. എല്ലാം കൂടെ കൂട്ടി വായിച്ചപ്പോ അവൾക്ക് ആ കാര്യം അങ്ങോട്ട് വ്യക്തമായി. അവളുടെ ഡയറക്ടർ തന്നെയാണ് ഈ ഒറ്റുകാരൻ. ഉടനെ തന്നെ ഫോൺ എടുത്ത് കാരോളിന് വിവരം അറിയിക്കും. ഞാൻ നിന്നെ സംശയിച്ചു, നീ എന്നോട് ക്ഷമിക്കണം, നമ്മുടെ ഡയറക്ടർ ഞാൻ എല്ലാ വിവരങ്ങളും അറിയിച്ചിട്ടുണ്ട്, അവൻ നിർബന്ധമായും നിന്നെ വന്ന് അറ്റാക്ക് ചെയ്യുന്നൊക്കെ. ഉറ്റ സുഹൃത്ത് തന്നെ സംശയിച്ചിട്ടുണ്ട് എന്നൊക്കെ മനസ്സിലാക്കിയ കാരോളിന് ഒന്നും തന്നെ പറയാതെ ഫോൺ കട്ട് ചെയ്യും. അങ്ങനെ ഈ മാർഷല് ലാൻഡിംഗ് പോയിന്റിലേക്ക് ഇങ്ങനെ എത്തുമായിരിക്കും. ഈ സമയത്ത് കാരോളിൻ ഒന്നും കൂടെ വിളിക്കാനായി ശ്രമിക്കും. പക്ഷേ ഫോൺ എടുക്കുന്നത് ആ ഡയറക്ടർ ആയിരിക്കും. അയാൾ ഇവളോട് പറയും കാരോളിന് ഒരു ആക്സിഡന്റ് ഉണ്ടായി, അവൾ മരിച്ചു എന്ന്. അപ്പൊ പിന്നെ മാർഷലിന് പിക്ചർ ക്ലിയർ ആയി, ഇയാൾ തന്നെയാണ് അവളെ കൊന്നത് എന്നൊക്കെ. ഈ മൊറീറ്റിയുടെ വലങ്കയായിരുന്നു ഈ ഡയറക്ടർ. അതൊക്കെ അപ്പോഴാണ് അവൾക്ക് മനസ്സിലായത്. തന്റെ ഉറ്റ സുഹൃത്ത് മരിച്ചു എന്നറിഞ്ഞ ആ വിഷമവും തന്നെ ചതിച്ചത് സ്വന്തം ഡയറക്ടർ ആണെന്ന് അറിഞ്ഞിട്ടുള്ള ആ ദേഷ്യവും എല്ലാം കൂടെ ആയപ്പോ അവൾ ഈ ഡയറക്ടറെയാണ് ഭീഷണിപ്പെടുത്തും. ഈ പ്ലെയിൻ താഴെ ഇറങ്ങിക്കോട്ടെ, നിങ്ങളുടെ ജീവിതവും ജീവനും എല്ലാം എങ്ങനെയാണ് നശിക്കുന്നതെന്ന് കാണിച്ചു തരാന്നൊക്കെ. അങ്ങനെ ഫോണൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് സൈഡിലൂടെ 2 ജെറ്റ് പ്ലെയിൻ ഇങ്ങനെ വരും. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനാണ്, ലാൻഡിങ്ങിനായിട്ടുള്ള വഴി കാണിച്ചു തരാനാണെന്നൊക്കെ. ഇതിനിടയിൽ ആ ഫേക്ക് പൈലറ്റ് ഇങ്ങനെ പറയും, അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനൊന്നുമല്ല, നിങ്ങൾ ഇനി എങ്ങാനും ജനങ്ങളുടെ മേലോട്ടൊക്കെ ഈ പ്ലെയിന് കൊണ്ടുപോവുകയാണെങ്കിൽ അവർ നിങ്ങളെ ഷൂട്ട് ചെയ്യും, അതിനാണ് അവരെന്നൊക്കെ. മാർഷൽ നേരത്തെ ഈ ഫേക്ക് പൈലറ്റിനെ ഹാൻഡ് കഫ് ചെയ്തു വെച്ചതുകൊണ്ട് അവനൊന്നും തന്നെ ചെയ്യാനും പറ്റിയിരുന്നില്ല. പക്ഷെ ശരിക്കും പറഞ്ഞ അവനൊരു ഹിറ്റ്മാൻ എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ളൊരു ജന്മമായിരുന്നു. സ്വന്തം ജീവൻ പണയപ്പെടുത്തി ഓരോന്നും ചെയ്യാന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ള കൊലയാളി. സ്വന്തം തമ്പ് ഫിംഗർ ഒടിച്ച് ആ ഹാൻഡ് കഫിൽ നിന്നും കൈ വലിച്ചങ്ങൂരും. ഈ സമയത്ത് മാർഷൽ ആണെങ്കിൽ ലാൻഡ് ചെയ്യാൻ ഇങ്ങനെ റെഡി ആയിരിക്കും. പക്ഷേ ആ പൈലറ്റ് വീണ്ടും വന്ന് ഈ മാർഷലിനെ അറ്റാക്ക് ചെയ്യും. ഈ മാർഷൽമാർക്കൊരു പ്രത്യേകതയുണ്ട്, ഗതി കെട്ട ജീവൻ എടുക്കാണെന്ന് അവർ
അവരും മടിക്കൂലട്ടാ. അങ്ങനെ തന്റെ കയ്യിലിരിക്കുന്ന ഗണ്ണെടുത്ത് ഈ ഫേക്ക് പൈലറ്റിനെ അങ്ങ് വെടിവെക്കും. അതല്ലാതെ വേറൊരു ഓപ്ഷൻ അവിടെ ഇല്ല. ഈ വെടിയൊച്ചൊക്കെ ഹസൻ ഇങ്ങനെ കേൾക്കുന്നുണ്ടാവൂട്ടോ. അവൻ ചോദിക്കും എന്താ സംഭവിക്കുന്നത് അവിടെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോന്നൊക്കെ. മാർഷൽ ആണെങ്കിൽ പറയും ഏയ് ഒരു പ്രശ്നമില്ല, ഇല്ല പ്രശ്നം ഞാനിവിടെ ഒതുക്കിയിട്ടുണ്ട് എന്ന്. പക്ഷെ ട്രാജഡി അതൊന്നുമല്ല. അപ്പോഴേക്കും അവരുടെ ഫ്യൂൽ അങ്ങ് തീരും. ഈ വിവരം ഹസനെ അറിയിക്കുമ്പോ ഹസൻ പറയും മൈ ഡിയർ ഫ്രണ്ട്, ഫ്യൂൽ തീർന്നു വെച്ചിട്ട് യാതൊരു പ്രോബ്ലവും ഇല്ല, നമ്മൾ ഇനി ലാൻഡ് ചെയ്യാൻ പോവുകയാണെന്ന്. മെഡലിൻ, ലാൻഡ് ചെയ്യുന്ന കാര്യം ഇനി നിന്റെ കയ്യിലാണ്. ഞാൻ പറഞ്ഞു തന്ന ഓരോ ട്രിക്ക് എല്ലാം ഉപയോഗിച്ച് നീ തന്നെ ആ പ്ലെയിനിൽ ലാൻഡ് ചെയ്യിപ്പിക്കണമെന്ന്. ഈ മാർഷൽ കാരണം പണ്ട് മരിച്ചൊരു മാരി ഉണ്ടല്ലോ, ആ മരണത്തിന് താനാണ് ഉത്തരവാദി എന്നാണ് ഈ മാർഷലിന്റെ മൈൻഡിൽ ഇപ്പോഴും ഉള്ളത്. ചരിത്രം ആവർത്തിക്കുന്ന പോലെയാണ് ഇവിടെ നടന്നതിലെ. വിൻസ്റ്റനെയും അവർ രക്ഷിക്കാൻ നിന്നപ്പോ അവനും മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മാർഷലിന്റെ മൈൻഡിലൂടെ ഇങ്ങനെ പോകും. ഒരു എനർജി വന്നു എന്നൊക്കെ പറയില്ലേ, അതുപോലെ അവളാൽ പ്ലെയിൻ അങ്ങ് ലാൻഡ് ചെയ്യിപ്പിക്കും. ലാൻഡ് ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞാല് പ്രൊഫഷണൽ പൈലറ്റ്സ് ചെയ്യിപ്പിക്കുന്ന പോലെ അല്ല കേട്ടോ. ഫ്രണ്ട് ഡയർ ട്രാക്കിൽ കുത്തി അങ്ങ് ഇറക്കും. പ്ലെയിൻ ദിശ തെറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോകുന്നുണ്ടാകും. ഇതിനിടയിൽ ബാക്കിൽ കിടന്ന ആ ദ്രോഹി ഉണ്ടല്ലോ, ആ ഹിറ്റ്മാന്, അവൻ അങ്ങ് തെറിച്ചു പോവുകയും ചെയ്യും. അങ്ങനെ എങ്ങനെയൊക്കെയോ ആ പ്ലെയിൻ അവിടെ പിടിച്ചു നിർത്തും. അങ്ങനെ വിൻസ്റ്റൺ അവൾ വിളിച്ചുണർത്തി പറയും, വിൻസ്റ്റൺ നമ്മൾ മിഷൻ വിജയിച്ചു, നമ്മൾ ലാൻഡ് ചെയ്യിപ്പിച്ചു ഈ പ്ലെയിൻ എന്നൊക്കെ. ഈ സമയത്ത് വിൻസ്റ്റൺ ആംബുലൻസിൽ കൊണ്ടുപോവാനായി സ്റ്റാഫുകൾ വരും. മാത്രല്ല പുറത്തിറങ്ങിയ മാർഷൽ ഈ ഹസനെ അങ്ങനെ കാണും. ഒരു ചെറു പുഞ്ചിരിയോടെ ഇങ്ങനെ നോക്കുമ്പോ ഈ വിൻസ്റ്റനെ കയറ്റിയ ആംബുലൻസ് ഉണ്ടല്ലോ, അതിലേക്ക് ഒരു പോലീസ് ഓഫീസർ ഇങ്ങനെ കയറും. എന്തോ പന്തികേട് തോന്നിയ മാർഷല് നേരെ ചെന്ന ആംബുലൻസ് ഡോർ തുറന്നു നോക്കുമ്പോ വിൻസ്റ്റനെ ശ്വാസം മുട്ടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും ആ പോലീസ് ഓഫീസർ. ഉടനെ തന്നെ തന്റെ ഗണ്ണെടുത്ത് ആ പോലീസ് ഓഫീസറെ അങ്ങ് വെടിവെച്ച് കൊല്ലും. ഈ സമയത്ത് ആ പോലീസ് ഓഫീസറുടെ ഫോൺ ഉണ്ടാവും നിലത്ത് കിടക്കുന്നത്. അതിനകത്ത് നിന്ന് ഇങ്ങനെ ഒരു ശബ്ദം കേൾക്കും, നീ തീർത്തോ, നീ അവനെ തീർത്തോ, ഞാൻ എന്തോ ഒരു ഗൺ ഷോട്ട് കേട്ടേന്നൊക്കെ. അത് മറ്റേ ഡയറക്ടർ ആയിരിക്കും, യഥാർത്ഥ വില്ലൻ. ആ ഫോൺ എടുത്ത് നമ്മുടെ മാർഷൽ ഒരു മാസ് ഡയലോഗാണ് കാച്ചു. വിൻസ്റ്റൺ തീർന്നിട്ടില്ല, പക്ഷേ ഞാനിവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ട്, ഇനി നിന്റെ അവസാനമാണെന്ന്. അങ്ങനെ ഒരു താക്കീത് കൊടുത്ത് ആ ഫോൺ അങ്ങ് കട്ട് ചെയ്യും. അതോടുകൂടി ഈ പടം ഇവിടെ അവസാനിക്കും. ഞാൻ തുടക്കത്തിലേ പറഞ്ഞില്ലേ, അത്രയൊരു മാസ്മരികമായ പടമൊന്നുമല്ല, പക്ഷെ നമുക്ക് കണ്ടിരിക്കാം. ഏതായാലും ഇത്ര നേരം നിങ്ങൾ കണ്ടില്ലേ, അപ്പൊ പിന്നെ സബ്സ്ക്രൈബ് ബട്ടൺ നെക്കാൻ മറക്കരുതേ. അപ്പൊ അടുത്തൊരു അടിപൊളി കഥയുമായി വരുന്നത് വരെ ഒരു കുട്ടി ബ്രേക്ക്.